വണക്കം. ലോകം മുഴുവൻ യുദ്ധമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ വേട്ടാവളിയൻ ട്രംപ് ആണെങ്കിൽ ഇപ്പോൾ അതിനൊരു അറുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ, ഇറാനുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് യവൻ കടന്ന് പോണ പോക്കിലെ പൊടിപ്പായിരുന്നു. ഇപ്പോൾ ഒരു സമാധാന കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം ട്രംപ് ഒന്ന് അടങ്ങി ഒതുങ്ങി സൈഡിൽ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ മുമ്പിൽ വെച്ച് മോദിയെ പുകഴ്ത്തുന്ന കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷവും മോദിയെ ഒന്നുകൂടെ പുകഴ്ത്തുന്ന കണ്ടു. അത് വേറൊന്നുമല്ല, നവംബറിൽ യവൻ്റെ നാട്ടിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഇവൻ നേരിടാനുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഇവൻ പരാജയപ്പെട്ട യവൻ്റെ കാര്യം ഗോവിന്ദം. പോരാത്തതിന് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്കിപ്പോൾ ഇന്ത്യയെ വളരെയധികം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട്, കാരണം ഇപ്പോൾ ചൈന തായ്വാനിലോട്ട് കയറുമല്ലോ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യയെ കൂട്ടില്ലാതെ ട്രംപിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ ചെന്നിരുന്നും പറയുകയാണ്, നരേന്ദ്രമോദിയെ പോലൊരു തങ്കപ്പെട്ട മനുഷ്യൻ അമ്മച്ചിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. എങ്ങനെ ഇതുപോലുള്ള മനുഷ്യന്മാരൊക്കെ എനിക്ക് അറിയാനേ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് ട്രംപ് വലിയ വാചാലനായി. എന്തായിരുന്നാലും ട്രംപ് ഒരു യുദ്ധം നിർത്തുമ്പോൾ ലോകത്ത് 100 യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് പറഞ്ഞ പോലെയാണ് പാകിസ്ഥാൻ്റെ കാര്യം. ട്രംപ് ഒരു യുദ്ധം നിർത്തിയപ്പോഴേക്കും റഷ്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് കൈകോർത്ത് പാകിസ്ഥാനെ ഒരു സൈഡിൽ നിന്ന് അടിച്ച് പറണ്ടി തുടങ്ങി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. അതാണ്, അതായത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിലും ബലൂചിസ്ഥാൻ മേഖലയിലും വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണമാണ് അഫ്ഗാനിസ്ഥാൻ നടത്തിയത് എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും പാകിസ്ഥാൻ ഇത്ര പ്രതീക്ഷിച്ച് കാണൂല. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ അവിടെയുള്ള മന്ത്രി മോസ്കോയിൽ ചെന്ന് ഡ്രോണുകളും അതും ഇതും വാങ്ങിച്ചുകൊണ്ട് വന്ന കാര്യമൊക്കെ ഇവന്മാർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടല്ലേ ഇവന്മാർ അത് അറിഞ്ഞു. ഒരു സൈനിക കരാറിലും ഇവർ ഒപ്പിട്ടിട്ടുണ്ട്. ആക്രമണം കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞ ശേഷം പാകിസ്ഥാനോട് ചോദിച്ചു, അവർ ആക്രമിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ പ്രതികരിക്കുന്നില്ല, പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആക്രമണം കഴിഞ്ഞ ദിവസം കൊണ്ട് നിൽക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നിന്നിട്ടില്ല എന്നുള്ളതാണ് വാർത്ത. ഈ ആക്രമണം, അതായത് പാകിസ്ഥാനിലെ ആക്രമണം വീണ്ടും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനിൽ തുടർച്ചയായ ഭീകരാക്രമണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങളാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റിമോട്ട് കൺട്രോളർ സ്ഫോടനങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ 7 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് പാകിസ്ഥാൻ്റെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലാണ്. കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വയിലും ആണെങ്കിൽ ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലാണ്, ആ പ്രവിശ്യയിലെ ബന്നു ജില്ലയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. 2 റിമോട്ട് കൺട്രോൾ സ്ഫോടനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അവിടെ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായ സ്ഫോടനങ്ങളിൽ വാഹനങ്ങൾ പൊട്ടിത്തെറിച്ചു, 7 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിലെ ഭീരുത്വമുള്ള പ്രവർത്തനം എന്നാണ് പാകിസ്ഥാനിലെ അവിടെയുള്ള പോലീസ് വിശേഷിപ്പിച്ചത്. എന്ത് തന്നെയായിരുന്നാലും നമ്മളിതിലില്ല, നമ്മളിത് കണ്ട് ആസ്വദിച്ചാൽ മാത്രം മതി. എന്ത് തന്നെയായിരുന്നാലും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സ്വകാര്യ വാഹനങ്ങൾ ആക്രമിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ബന്നുവിലെ വസീർ ഉപവിഭാഗത്തിന് കീഴിലുള്ള മർക്ക ഖേറയിലെ അർദ്ധഗോത്ര കുന്നിൻ പ്രദേശത്തുള്ള ഫാങ് മൂസ ഖേൽ എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ബന്നു ജില്ലാ പോലീസ് ഓഫീസർ യാസിൽ അഫ്രീദി സ്ഫോടനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഡാറ്റ്സൺ കമ്പനിയുടെ ഒരു സ്വകാര്യ വാഹനം യാത്രക്കാരുമായി ഡോമലിലേക്ക് പോകുമ്പോഴാണ് ആദ്യത്തെ സ്ഫോടനമുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വാഹനം ശക്തമായ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്ന് അവിടെ തന്നെ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. പിന്നെ ഇവരെല്ലാവരെയും എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വേറൊരു വാഹനം ആശുപത്രിയിലേക്ക് പോകുന്ന വഴി അതും പൊട്ടിത്തെറിച്ചു കുറേ പേര് മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ റെസ്ക്യൂ 1122 സംഘങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും മരിച്ചവരെയും പരിക്കേറ്റവരെയും വേണ്ട സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായിരുന്നാലും പാകിസ്ഥാനിൽ ഈ ബന്നുവിൽ ഈ തീവ്രവാദ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനുമായി റഷ്യ കൈകോർത്തത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് നേരെ ഇസ്രായേലിലോട്ടൊന്ന് പോവാം. ഇസ്രായേലിലോട്ട് പോകുമ്പോൾ ട്രംപ് കയ്യും കാലും പിടിച്ചാണ് ഇറാൻ്റെ കയ്യിൽ നിന്ന് ഒരു സമാധാന കരാർ ഒപ്പിച്ചെടുത്തത്. ഇറാൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഇറാൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത്, ഈ ഇസ്രായേൽ ലബനനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണം. ഇത് കേട്ട ഉടനെ നെതന്യാഹു എന്നാൽ ഒരു ബോംബ് ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് 2-3 ബോംബ് അവിടെ വാരിയിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ട്രംപ് പോയി നെതന്യാഹുവിൻ്റെ തള്ളയ്ക്ക് വിളിക്കും, ഇവിടെ ഞാനിവിടെ ഒരു കരാർ ഉണ്ടായിക്കൊണ്ട് വരുമ്പം നീ അമ്മച്ചിയാണ് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് നെതന്യാഹുവിനോട് സംസാരിക്കുന്നത്. നെതന്യാഹു അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുവിധം കയ്യും കാലും പിടിച്ച് ഖത്തറിനെയൊക്കെ കൊണ്ടുവന്ന് മധ്യസ്ഥതയ്ക്ക് നിർത്തി കഴിഞ്ഞ ശേഷം ഖത്തർ സംസാരിച്ചു, ഇറാനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞ് ഇസ്രായേലും ഒക്കെ ആയിട്ട് സംസാരിച്ച് എന്ത് ചെയ്തു, ഖത്തർ അവസാനം ഒരു വെടിനിർത്തൽ
ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല, ഒരു വെടിനിർത്തൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണി മുതൽ നമ്മുടെ ഇസ്രായേലും ലബനനും തമ്മിൽ വെടിനിർത്തി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കില്ല എന്നുള്ളതാണ് ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത്. യുദ്ധത്തിൽ എവിടെയാണ് വെടിനിർത്തൽ എന്നൊരു ചോദ്യമുണ്ട്. യുദ്ധത്തിൽ വെടിനിർത്തലില്ല, യുദ്ധത്തിൽ കീഴടങ്ങലുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു. ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിർത്തിയിരിക്കുകയാണ്, പക്ഷേ ഏത് നിമിഷം വേണോ അത് തുടങ്ങാം എന്നുള്ളതാണ് ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വെടിനിർത്തി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ട്രംപ് ഒന്ന് സന്തോഷിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ ഇതിനെക്കുറിച്ചുള്ള പോസ്റ്റൊന്നും കണ്ടില്ല. ട്രംപ് ഒന്ന് സന്തോഷിച്ച് നല്ല രാത്രിയിൽ നല്ല തങ്കക്കുട്ടനായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ചപ്പോഴാണ് ദാണ്ട വരുന്ന അടുത്ത വാർത്ത, ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു, അതിൽ വീണ്ടും 5 മരണം എന്നുള്ളതാണ് റിപ്പോർട്ട്. അതായത് ഇസ്രായേൽ ആക്രമണം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്. ഇസ്രായേൽ ഇനി ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ അതിൽ നിന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ട്രംപ് എങ്ങനെ നേരിടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. പിന്നെ ഇസ്രായേലിനെ ഒന്നും നേരിടാനുള്ള ഒരു കെൽപ്പ് അമേരിക്കയ്ക്ക് നിലവിലില്ല എന്നുള്ളതാണ്. അത് പറയുകയാണെങ്കിൽ ഒരു പെരിയ കഥയാണ്. ഇസ്രായേലിൻ്റെ ആൾക്കാർ എങ്ങനെയാണ് അമേരിക്കയെ എടുത്ത് കഷത്തിൻ്റെ ഇടയിൽ തിരികെ വെച്ചിരിക്കുന്നതെന്ന് പറയണമെങ്കിൽ അത് ചരിത്രം മൊത്തം പറയേണ്ടതായിട്ട് വരും. ഇനി അവിടെ നിന്ന് നമുക്ക് വിട്ടിട്ട് നേരെ നമുക്ക് യുക്രൈനിലോട്ടും റഷ്യയിലോട്ടും പോയി കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ പോണ പോക്കിലെ യുദ്ധമാണ്. യുക്രൈൻ കഴിഞ്ഞ ദിവസം റഷ്യയിലെ, അതായത് മോസ്കോയിലെ ഏറ്റവും വലിയ എണ്ണ റിഫൈനറി കൊണ്ട് ബോംബിട്ട്. ഏറ്റവും വലിയ എണ്ണ റിഫൈനറിയിൽ കൊണ്ട് മിസൈലുകളും ഡ്രോണുകളും തുരുതുരാ വാരിയിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ അവിടെ കൊണ്ട് മിസൈലുകളും ഡ്രോണുകളും ഇട്ടപ്പോൾ നമുക്കറിയാം മോസ്കോയുടെ എണ്ണ റിഫൈനറികളിൽ ആ എണ്ണ റിഫൈൻ ചെയ്യുന്നതിൻ്റെ 40% ഈ റിഫൈനറിയിൽ നിന്നാണ് എണ്ണ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റിഫൈനറിയിൽ ബോംബിട്ട്, ആ ബോംബിടുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതായത് ആ റിഫൈനറി സമ്പൂർണ്ണമായിട്ട് തകർന്ന് പൊട്ടിത്തെറിച്ച് വായുവിൽ പറന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അവിടെ മഴ പെയ്തപ്പോൾ പോലും കറുത്ത മഴയാണ് അവിടെ നിന്ന് പെയ്യുന്നത്. കാരണം ഈ റിഫൈനറിയുടെ പുക മുഴുവൻ ആകാശത്ത് പടർന്നു പിടിച്ച് മഴ പോലും കറുത്ത രീതിയിൽ വന്ന് ഒരു ആസിഡ് മഴ പോലത്തെ ഒരു മഴയാണ് അവിടെ പെയ്യുന്നത്. പോരാത്തതിന് ഈ റിഫൈനറി തകർത്ത് തരിപ്പണമാക്കിയതിൽ റഷ്യയുടെ ജനങ്ങൾ വളരെയധികം രോഷാകുലരാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ സകല സൈന്യാധിപന്മാരും റഷ്യയുടെ മാധ്യമപ്രവർത്തകരടക്കം പറയുന്നത് ഈ ആണവായുധം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പഴം പുഴുങ്ങാൻ വെച്ചിരിക്കുകയല്ല, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എടുത്ത് അവൻ്റെ അണ്ണാക്കിൽ അടിക്കാനാണ് ആണവായുധം വെച്ചിരിക്കുന്നത് എന്ന് പുടിനെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ യുദ്ധം ഏത് രീതിയിൽ തിരിഞ്ഞും വളഞ്ഞും പോകും എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം ഇനി യുവമാർക്ക് ഒരു സിമ്പതിയും കൊടുക്കേണ്ട ആവശ്യമില്ല. യുക്രൈനിൽ റഷ്യ തകർത്ത് വാരാത്തത് അല്ലെങ്കിൽ ശക്തമായി അടിക്കാത്തത് യുക്രൈൻ പണ്ട് റഷ്യയുടെ ഭാഗമായിരുന്നു. ഇപ്പോഴും യുക്രൈനകത്ത് റഷ്യയോട് ചേരണം എന്ന് പറഞ്ഞ് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് താനും. ഇനി ബോംബൊക്കെ ഇട്ട് വെറുതെ എന്തിനാണ് അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് റഷ്യ ഇതൊന്നും ചെയ്യാത്തത്. പക്ഷേ ഇനി അതൊന്നും നോക്കേണ്ട കാര്യമല്ല. യൗമാരെ സമ്പൂർണ്ണമായിട്ട് ആണവായുധം ഉപയോഗിച്ച് തകർക്കണം എന്നാണ് ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആണവായുധം അങ്ങനെ യുക്രൈനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാറ്റോ വെറുതെ ഇരിക്കില്ല. അപ്പോൾ അവന്മാർക്ക് കൊടുക്കാനുള്ളത് കൂടെ നമ്മൾ കൊടുത്തേക്കണം എന്നും റഷ്യയിലുള്ള സൈന്യാധിപന്മാർ ഇപ്പോൾ പുടിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ യുദ്ധം മൂർജിച്ചു കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ കയറി മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഇസ്രായേൽ ലെബനനിൽ വെടിനിർത്തി, ഒന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അവന്മാർ തിരിഞ്ഞ് നടക്കുമ്പോൾ അവന്മാർ ആസനം നോക്കി മിസൈൽ അടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞൊരു അവസ്ഥയാണ്. എന്തായാലും ഹോർമൂസ് തുറന്നുകൊണ്ട് നമുക്കുള്ള ഗ്യാസും നമുക്കുള്ള എണ്ണയും പിണ്ണാക്കൊക്കെ സമയാസമയത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കണം. നമ്മളിതൊക്കെ കണ്ടുകൊണ്ട് ഗാലറിയിൽ ഇരുന്നാൽ മാത്രം മതി എന്നുള്ളത്.